ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മൾ ChatGPT വെച്ചിട്ടൊക്കെ ഇമേജസൊക്കെ ഒരുപാട് AI വെച്ചിട്ട് ചെയ്യുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഒരു ഗാലറിയിൽ നിന്നൊരു ഫോട്ടോ, നമ്മുടെ ഫോട്ടോയൊക്കെ എടുത്തിട്ട് നമ്മുടെ ഇമാജിനറിയിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ആ ഫോട്ടോയിൽ AI ഉപയോഗിച്ചിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന പല കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിന് നല്ല അടിപൊളി പ്രോംപ്റ്റും കാര്യങ്ങളൊക്കെ അടിച്ചു കഴിഞ്ഞാൽ നമുക്കും അതുപോലെയൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പം ഞാൻ ഇന്ന് ചെയ്യുന്നത് ChatGPT വെച്ചിട്ടല്ല, നമ്മുടെ മെറ്റ AIയുടെ ആപ്ലിക്കേഷൻ ഉണ്ട്. അപ്പോൾ അതിൽ തികച്ചും ഫ്രീ ആയിട്ട് നമുക്ക് ഇങ്ങനെയുള്ള വീഡിയോസോ അല്ലെങ്കിൽ ഇമേജസോ ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് നോക്കി നോക്കാം. അപ്പോൾ ആദ്യം മെറ്റ AIയുടെ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക, എന്നിട്ട് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മൾ ഇങ്ങനൊരു ഇൻ്റർഫേസിലേക്കാണ് എത്തുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് ആദ്യം ഒരു ഫോട്ടോ ആഡ് ചെയ്തിട്ട് പ്രോംപ്റ്റൊക്കെ ടൈപ്പ് ചെയ്ത് എങ്ങനെയാണ് വർക്കാവുന്നത് നോക്കാം. ആദ്യം ഈ പ്ലസ് ഐക്കണ് ക്ലിക്ക് ചെയ്തിട്ട് അപ്പോൾ നമുക്ക് രണ്ട് ഓപ്ഷൻ കാണാൻ പറ്റും, ക്യാമറയും ഗാലറി. ഇപ്പോൾ ഗാലറിയിൽ നിന്നൊരു പിക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു പിക്ക് ആഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ പ്രോംപ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ പ്രോംപ്റ്റ് ഞാൻ കമൻറ്റിലോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിലൊക്കെ കൊടുത്തേക്കാം. എന്നിട്ട് ഇവിടെ ഈ സെൻഡ് ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ഇമേജ് ഇങ്ങനെ ജനറേറ്റ് ആയിട്ടുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മളൊന്ന് ജസ്റ്റ് വെയിറ്റ് ചെയ്യാം. ജസ്റ്റ് ഒരു 30 സെക്കൻഡിനുള്ളിൽ റെഡി ആവുന്നതാണ്. നമുക്ക് ഇങ്ങനത്തെ ഒരു റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത്. നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള പ്രോംപ്റ്റിനനുസരിച്ചിട്ടുള്ള റിസൾട്ടാണ് ഇത് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിലൊരു പിക്ക് നമുക്കിങ്ങനെ ചൂസ് ചെയ്യാം. ഇപ്പോൾ ഇങ്ങനെ ഈ റെഡ് ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ ഗ്ലാസ്സൊക്കെ വെച്ചുള്ള അങ്ങനെ ഒരു ഇമേജ് ആണല്ലോ അപ്പോൾ നമ്മൾ ട്രെൻഡിങ് ആയിട്ട് എല്ലാവരും ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ പ്രോംപ്റ്റാണ് നമ്മൾ ടൈപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് നമുക്കിവിടെ സേവ് ചെയ്യാം. അതുപോലെ നമുക്ക് ഇങ്ങനെ ഈ ഇമേജിൽ ഇങ്ങനെ പ്രസ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ നമുക്കിവിടെ ജനറേറ്റ്, സേവ്, ആനിമേറ്റ് ഒക്കെ കാണാം. അങ്ങനെ പല ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നമ്മളിവിടെ ആനിമേറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഇമേജ് ജസ്റ്റ് ഒരു ആനിമേഷൻ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഉണ്ടാക്കി തരുന്നതാണ്. കണ്ടോ, അപ്പോൾ നമുക്കൊരു വീഡിയോ ആയിട്ട് അത് ജനറേറ്റ് ആയിട്ടുണ്ട് ഒരു ആനിമേഷൻ. ഇനി നമുക്ക് അത് വീഡിയോ ആക്കി ഇനി നമുക്കതിൽ എന്താ ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു വീഡിയോ ഇങ്ങനെ ഓപ്പൺ ആക്കിയിട്ട് ഇവിടെ എഡിറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ എഡിറ്റ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരുപാട് സ്റ്റൈൽസ് ഉണ്ട്. ഈ സ്റ്റൈൽസിലേക്കൊക്കെ നമുക്കിത് മാറ്റാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ആദ്യം ഏതെങ്കിലും ഒരു സ്റ്റൈൽ നമുക്ക് നോക്കി നോക്കാം. ഇവിടെ പല കാറ്റഗറിയിലായിട്ടാണ് ഇത് കാണുന്നത്. ഫാഷൻ, ലൊക്കേഷൻ, വൈഡ്, ലൈറ്റിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ സ്റ്റൈലിലേക്കൊക്കെ നമുക്ക് മാറ്റാൻ പറ്റുന്നതാണ് ഈ ഇമേജ്. അപ്പോൾ നമുക്ക് ഫാഷൻ എന്നുള്ള ഒരു ഇതിൽ ഇങ്ങനെ മാറ്റി കഴിഞ്ഞിട്ട് ജനറേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പ്രോംപ്റ്റ് ടൈപ്പ് ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ ഒരു റിസൾട്ട് കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം ജനറേറ്റ് ആവുന്നുണ്ട്. കണ്ടോ, അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള ആ ഒരു സ്റ്റൈലിലേക്ക്, ഒരു സൂപ്പർ ഹീറോ സ്റ്റൈലിലേക്ക് അത് മാറിയിട്ടുണ്ട്. വീണ്ടും നമുക്ക് അതിൻ്റെ കാര്യങ്ങളൊക്കെ മാറ്റണമെങ്കിൽ വീണ്ടും അങ്ങനെ എഡിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ഫാഷൻ എന്നുള്ള ഇതിലാണ് മാറ്റിയത്. ഈ ലൊക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബാക്ക്ഗ്രൗണ്ടിൽ ഇപ്പോൾ ഈ ഒരു ലേഡിയുടെ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന ലൊക്കേഷൻസ് ഉണ്ടല്ലോ, അപ്പോൾ ആ ലൊക്കേഷൻ നമ്മൾ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിലോട്ട് അത് മാറും. അതുപോലെ ബാക്കിയുള്ള ഓപ്ഷൻസൊക്കെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതുകൊണ്ടോ ഇതേപോലെയൊക്കെ. ഇനിയിപ്പോൾ ഈ ക്ലൗൺ എന്നുള്ളത് സെലക്ട് ചെയ്ത് നോക്കാം നമുക്ക്. എന്നിട്ട് ഇവിടെ ജനറേറ്റ് കൊടുക്കാം. കണ്ടോ, അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്ത പോലെ ആ സൂപ്പർ ഹീറോയിൽ നമ്മളൊരു ക്ലൗൺ ഉള്ള എഫക്റ്റും കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഇതുപോലെ നമുക്ക് ഇതൊക്കെ നമ്മുടെ മുഖം വെച്ചിട്ടുള്ള ഇമേജിൽ നമുക്കിതൊക്കെ ചേഞ്ച് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അതുപോലെ ലൈറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലത്തെ ലൈറ്റിംഗ് ഒക്കെ കണ്ട് ഈ താഴെ കാണുന്ന ഓപ്ഷൻ ഇതൊക്കെ നമുക്ക് ഫ്രീ ആയിട്ടാണ് കിട്ടുന്നത്. നമുക്കൊരു പൈസയും കാര്യങ്ങളോ സബ്സ്ക്രിപ്ഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷെ പല AI വെച്ചിട്ടുണ്ടാക്കുന്ന ഇതിലൊക്കെ ആപ്ലിക്കേഷൻസിലോ വെബ്സൈറ്റിലൊക്കെ ആയിക്കോട്ടെ നമുക്ക് പെയ്ഡ് ആയിരിക്കും മിക്ക ഓപ്ഷൻസും. ഇതിൽ നമുക്കിതൊക്കെ ഫ്രീ ആയിട്ടാണ്. കണ്ട് ഈ ഓപ്ഷൻസൊക്കെ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങളുടെ ഫോട്ടോസൊക്കെ ഇതുപോലെയൊക്കെ മാറ്റിയെടുക്കാൻ പറ്റുന്നതാണ്. ഇത്രയും എഫക്റ്റും കാര്യങ്ങളൊക്കെ നമുക്കുണ്ട്. അപ്പോൾ ഞാനിത് ഓരോന്നോരോന്നായിട്ട് കാണിക്കുന്നില്ല, വീഡിയോയുടെ ലെങ്ത്ത് കൂടണ്ടല്ലോ. അപ്പോൾ നിങ്ങൾ ഇതൊക്കെ ട്രൈ ചെയ്ത് നോക്കാം. ഇനി നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ഒന്ന്
ടൈപ്പ് ചെയ്ത് നോക്കാം. നമുക്ക് ഡ്രസ്സുകളൊക്കെ ഇപ്പോൾ പലരും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇപ്പോൾ പുതിയ അപ്ഡേഷനിലൊക്കെ വന്നിട്ടുണ്ട്. നമ്മൾ സ്റ്റോറി ഇടുന്ന സമയത്ത് നമ്മുടെ ഡ്രസ്സിൻ്റെ കളറും കാര്യങ്ങളൊക്കെ ഡ്രസ്സിൻ്റെ സ്റ്റൈൽ തന്നെ മാറ്റാൻ പറ്റും. അപ്പോൾ നമുക്കൊരൊറ്റ പിക്ക് എടുത്താൽ തന്നെ അതിലിഷ്ടം പോലെ ഡ്രസ്സിൻ്റെ കളറൊക്കെ ചേഞ്ച് ചെയ്തുകൊണ്ട് നമുക്ക് വീണ്ടും വീണ്ടും പോസ്റ്റൊക്കെ അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അത് നമുക്ക് ഇത് വെച്ചിട്ടും ചെയ്യാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. അപ്പോൾ അതൊരു പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഗാലറിയിൽ നിന്നൊരു ഇമേജ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനൊരു പിക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ബോയ്സിൻ്റെ ഡ്രസ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഷർട്ട്, പാൻറ്റ് അല്ലെങ്കിൽ സ്യൂട്ട്, ഇതൊക്കെ കളറ്, ടീഷർട്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളും ഒക്കെ ആഡ് ചെയ്തിട്ട് അതിൻ്റെ കളറ് കാര്യങ്ങളൊക്കെ നമുക്ക് സെലക്ട് ചെയ്ത് നമുക്കറിയുന്ന ഇംഗ്ലീഷിൽ സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു റിസൾട്ട് കിട്ടും. ഗേൾസിൻ്റെ ആണെങ്കിൽ അതേപോലെയൊക്കെ തന്നെയാണ്. പിന്നെ ഗേൾസിൻ്റെ ഒക്കെ സാരിയിലെ ഡിസൈൻ അതുപോലെ അങ്ങനെയൊക്കെ നമുക്ക് കറക്റ്റ് അങ്ങനത്തെ ഡിസൈനും കാര്യങ്ങളൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഗൂഗിൾ എടുക്കുക. ഞാനിപ്പോൾ ന്യൂ സാരി മോഡൽ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് ഒരു സാരിയുടെ ഇത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഏതെങ്കിലുമൊക്കെ ഒരു വെബ്സൈറ്റിലോട്ട് പോകും. അപ്പോൾ നമ്മൾ അതിൻ്റെ താഴെ കാണുന്നത് ഇതാണ് അതിൻ്റെ നെയിം. അപ്പോൾ നമ്മളത് കോപ്പി ചെയ്യാം. എന്നിട്ട് നേരെ നമ്മുടെ എയിൽ വന്നിട്ട് അതിവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇവിടെ കൺവേർട്ട് മൈ ഡ്രസ്സ് ഇൻറ്റൂന്ന് ഉള്ളൊരു ഇത് ഫസ്റ്റ് ആഡ് ചെയ്യാം. എന്നിട്ട് മറ്റേ ഇതും പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് സെൻഡ് ചെയ്ത് നോക്കാം. കണ്ടോ? അപ്പോൾ നമ്മൾ ആദ്യം സെലക്ട് ചെയ്ത പിക്ക് നിങ്ങൾ നോക്കൂ. കണ്ടോ? ഇതാണ് നമ്മൾ ആദ്യം സെലക്ട് ചെയ്ത പിക്ക്. ഇപ്പോൾ നമുക്ക് വന്നൊരു റിസൾട്ട് നോക്കൂ. കറക്റ്റ് നമ്മൾ ടൈപ്പ് ചെയ്ത ഇപ്പോൾ നമുക്ക് ഇപ്പോൾ റെഡ് സാരി എന്നൊക്കെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു റെഡ് കളർ സാരി മാത്രമായിട്ട് വരും. നമുക്കതിൻ്റെ ബോർഡറും അതിലുള്ള ഡിസൈനും കാര്യങ്ങളൊക്കെ അതുപോലെ വരണം എന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ ഏതെങ്കിലും ഡ്രസ്സിൻ്റെ മോഡൽ പിന്നെ നമ്മൾ ഗൂഗിളിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് അതൊരു വെബ്സൈറ്റ് ഇപ്പോൾ നമുക്ക് മീഷോയിലോ അല്ലെങ്കിൽ മറ്റേ ഫ്ലിപ്കാർട്ടിലോ ഒക്കെ കയറിയിട്ട് ഡ്രസ്സുകളെ സെലക്ട് ചെയ്ത് അതിൻ്റെ പേരുണ്ടാവില്ല, അത് കറക്റ്റായിട്ട് കോപ്പി ചെയ്തിട്ട് ഇതിൽ പേസ്റ്റ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ റിസൾട്ട് കിട്ടും. പിന്നെ നമുക്ക് സേവ് ആക്കാൻ ഇങ്ങനെ സേവ് ആക്കാം. ഇങ്ങനെ ഇതുപോലെ പല ഡ്രസ്സിങ് സ്റ്റൈലും കാര്യങ്ങളും നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇനി നമുക്ക് നേരത്തെ കണ്ട പോലെ ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ ഇതിൽ ആനിമേഷൻ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ആനിമേഷൻ്റെ അങ്ങനെയും ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ ഒരു ഗേളിൻ്റെ ചെയ്തോടെ നമുക്കൊരു ബോയിൻ്റെ കൂടെ ചെയ്ത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം പ്രോംപ്റ്റ് ഗൂഗിളിൽ നിന്ന് നോക്കട്ടെ. ഗൂഗിൾ എടുത്തിട്ട് ഞാൻ മെൻസ് സ്യൂട്ട് സെറ്റ് എന്ന് സെർച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരുപാട് റിസൾട്ട് വന്നിട്ടുണ്ട്. ഞാനൊരു സ്യൂട്ട് സെറ്റ് സെലക്ട് ചെയ്യാണ്. അപ്പോൾ ഏതോ ഒരു ഇങ്ങനെ കാർട്ടിലോട്ട് പോയിട്ടുണ്ട്. അത് ഞാനിതിൻ്റെ കണ്ടോ ഇത് കോപ്പി ചെയ്യാണ്, ഇതിൻ്റെ നെയിം. എന്നിട്ട് നേരെ നമ്മൾ മറ്റേ എടുക്കുക. അതിൽ ഈ പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് വേണ്ട ഇമേജ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഒരു ഹാഫ് സൈസ് ഫോട്ടോ ആണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഇവിടെ നമ്മൾ കൺവേർട്ട് മൈ ഡ്രസ് ഇൻറ്റു എന്ന് ടൈപ്പ് ചെയ്യാം. എന്നിട്ട് സെൻഡ് ചെയ്ത് നോക്കാം. ഇപ്പോൾ നമ്മുടെ ഇമേജ് ജനറേറ്റ് ആവുന്നുണ്ട്. കണ്ടോ? അപ്പോൾ നമുക്ക് അതിൻ്റെ റിസൾട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ, നമ്മൾ ആഡ് ചെയ്ത പിക്ക് ഒരു ഷർട്ടാണ്, അത് വേറെ കളർ ഷർട്ടാണ്. അപ്പോൾ നമ്മൾ ടൈപ്പ് ചെയ്ത പ്രോംപ്റ്റിൽ സ്യൂട്ടാണ്. അപ്പോൾ അതേ സ്യൂട്ടും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇത് നമുക്ക് ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് പിടിച്ചുകൊണ്ട് ആനിമേഷൻ കൊടുക്കാൻ പറ്റുന്നതാണ്. കണ്ടോ? അപ്പോൾ നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ ഇപ്പോൾ ആനിമേഷൻ കൊടുത്തു. ഇനി നമ്മൾ അത് ഓപ്പൺ ചെയ്തിട്ട് ഇങ്ങനെ പിടിക്കുമ്പോൾ ഇതിൽ എഡിറ്റിംഗ് ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ പിക്ക് വെച്ചിട്ട് നിങ്ങൾക്ക് ഇതുപോലെയൊക്കെ ആക്കിയെടുക്കാൻ പറ്റുമെന്നാണ് നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ ഇതുപോലെ നമുക്കെല്ലാ ഓപ്ഷൻസും ഉണ്ട്. അപ്പോൾ നമുക്ക് ലൈറ്റിംഗ് എന്നുള്ള ഇതൊന്ന് സെലക്ട് ചെയ്ത് എന്താണ് അതിൻ്റെ റിസൾട്ട് നോക്കാം. കണ്ടോ? അപ്പോൾ ആ ഒരു വീഡിയോ മാറിയത് കണ്ടോ? നമ്മൾ കൊടുത്ത ആ ഒരു എഫക്റ്റിനനുസരിച്ചിട്ട് അത് മാറി. അപ്പോൾ ഇങ്ങനെ ഒരുപാട് ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്കുണ്ട്. അപ്പോൾ നിങ്ങൾ ഓരോന്നെടുത്ത് ട്രൈ ചെയ്ത് നോക്കുക. ഇതൊക്കെ ഫ്രീ ആണെന്നുള്ളതുകൊണ്ട് നമുക്ക് വേറെ ടെൻഷനും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ChatGPT കുറച്ചുകൂടി ഫാസ്റ്റ് ആണ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഞാനതുകൊണ്ടാണ് ഈ ഒരു AI വെച്ചിട്ട് ഇതാക്കുന്നത്.
ഇനി ഇതിൽ മ്യൂസിക്കും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും കാര്യങ്ങളൊക്കെ ഇട്ട് അത്യാവശ്യം എഡിറ്റൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് വരുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ മെറ്റാ AI ഒന്ന് യൂസ് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് വളരെ സ്പീഡിൽ നിങ്ങൾക്ക് ഓരോരോ കാര്യങ്ങൾ ഇമേജും കാര്യങ്ങളൊക്കെ ജനറേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ ഞാനിപ്പോൾ കാണിച്ച പോലത്തെ എഫക്റ്റും കാര്യങ്ങളൊക്കെ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതുപോലത്തെ AI വെച്ചിട്ടുള്ള ട്രിക്കും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള വീഡിയോസ് നമ്മുടെ ചാനലിൽ ഇങ്ങനെ നിരന്തരം വന്നുകൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങൾ മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ കിഡിലും വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.